ഇന്ത്യയിൽ ആദ്യകാലത്ത് വിമാന നിർമ്മാണം ചൈനയേക്കാൾ നമ്മൾ മുമ്പിലായിരുന്നു. പുതിയ വിമാന കമ്പനികൾ വന്നാൽ അവരുടെ വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ വിൽക്കാനുള്ള വലിയ സാധ്യതയാണ്. 110 തൊട്ട് 120 കിലോമീറ്റർ ത്രസ്റ്റ് നൽകുന്ന ഒരു എഞ്ചിൻ നിർമ്മിക്കാനുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യോമയാന രംഗത്തെ ഒരു വലിയ കുതിച്ചുചാട്ടമാണെന്നത് ഒരു സംശയവും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാന കമ്പനികളുമായിട്ട് ഇന്ത്യൻ കമ്പനികൾ, പ്രത്യേകിച്ചും അദാനി ഗ്രൂപ്പും HAL ഒക്കെ ചില കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാറിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് വലിയൊരു ഇന്ത്യൻ ഏവിയേഷൻ മേഖലയ്ക്ക് വലിയൊരു ഊർജം പകരുന്ന ഒരു സംഗതി തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആധുനിക യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു എക്കോസിസ്റ്റം നിലവിൽ ഇന്ത്യയിലുണ്ടോ? എങ്ങനെയാണ് ഇത് വരും ഭാവിയിൽ ഗുണകരമായിട്ട് മാറിത്തീരുക? ഇന്ത്യയിൽ ഒരുപാട് പുതിയ ഏവിയേഷൻ, അതായത് എയർലൈൻസുകൾ വരികയാണ്. ഇന്ത്യയിലെ വിമാനയാത്ര വളരെയധികം വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നമ്മുടെ ചെറിയ നഗരങ്ങൾ തമ്മിൽ ഉഡാൻ സ്കീം പ്രകാരമുള്ള പിന്നെ വിമാനത്താവളങ്ങൾ ഇന്ത്യയുടെ ചെറിയ നഗരങ്ങളിൽ പലയിടത്തും പുതുതായിട്ട് വന്നു. ഈ വ്യോമയാന മേഖലയിലെ വിദഗ്ധരുടെ കണക്കനുസരിച്ച് വരുന്ന വർഷങ്ങളിൽ ഇന്ത്യക്ക് 1500 വിമാനങ്ങളുടെ ആവശ്യമുണ്ട്. ഇന്ത്യയുടെ തദ്ദേശീയമായിട്ട് ഇന്റേണൽ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് മാത്രമായിട്ട്. പക്ഷേ അത് ആ ആവശ്യം നിറവേറ്റാനുള്ളത്ര ഉൽപാദനം ബോയിങ്ങിനോ എയർബസിനോ ഇല്ല. ആ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പുതിയ വിമാന കമ്പനികൾ വന്നാൽ അവരുടെ വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ വിൽക്കാനുള്ള വലിയ സാധ്യതയാണുള്ളത്. ഇത് മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ 2 പുതിയ യാത്രാ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള പദ്ധതികൾ തയ്യാറായി വരുന്നത്. ഒന്നാമത്തേത്, നമ്മൾ കഴിഞ്ഞ തവണ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഒരു കരാറ് HAL-ഉം അതുപോലെ യുണൈറ്റഡ് എയർലൈൻസ് റഷ്യയുടെ അവർ തമ്മിൽ കരാർ ഒപ്പിട്ടിരുന്നു. ആ കരാർ പ്രകാരം SJ-100 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ്, അതായത് യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ്റെ ആണ്. അത് പിന്നെ 70 തൊട്ട് 100 പേർക്ക് വരെ ഇരിക്കാൻ പറ്റുന്ന വിമാനമാണ്. അത് തദ്ദേശീയമായിട്ട് നിർമ്മിക്കാനുള്ള കരാറിലേക്ക് ഒപ്പിട്ടു. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ സ്വകാര്യ മേഖലയിലെ കമ്പനിയായ അദാനി ഗ്രൂപ്പ്, ആ അദാനി ഗ്രൂപ്പും റഷ്യയിലെ എംബ്രായർ എന്ന യാത്രാ വിമാന കമ്പനി, നിർമ്മാണ കമ്പനിയും ചേർന്ന് കരാറ് ഒപ്പിട്ടിരിക്കുകയാണ്. അവരെ 70 തൊട്ട് 140 വരെ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള എംബ്രായറിന്റെ വിമാനങ്ങൾ, ആ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള എംബ്രായറിന്റെ ഏറ്റവും പുതിയ വിമാനങ്ങളുണ്ട്. E90 സീരീസിലുള്ളതും E95 സീരീസിലുള്ളതും. ഇപ്പൊ E190 E195. അപ്പൊ E192 E2 എന്ന ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ അവരുടെ വിമാനവും, അതുപോലെ E195 എന്നുള്ളത് പുതുതായിട്ട് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ആ വിമാനം നിർമ്മിച്ച് അവയൊക്കെ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ഒരു സാധ്യതയല്ല, ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോവുകയാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യോമയാന രംഗത്തെ ഒരു വലിയ കുതിച്ചുചാട്ടമാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം തദ്ദേശീയമായിട്ട് ഇത് വിമാനം നിർമ്മിക്കുമെന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഇന്ത്യ നിർമ്മിക്കുകയാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് ഫൈനൽ അസംബ്ലി ലൈൻ, FAC എന്ന് പറയും, FAL, ആ ഫൈനൽ അസംബ്ലി ലൈനാണ്. അതായത് ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. പക്ഷേ ചിലത് ഇപ്പോൾ എഞ്ചിൻ ഇന്ത്യയിലല്ല നിർമ്മിക്കുന്നത്. എംബ്രായറിന്റെ എഞ്ചിനുകൾ പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെയും GEയുടെയും ഒക്കെ എഞ്ചിനുകളാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിനൊക്കെ പുറത്തുനിന്ന് വരും. പക്ഷേ ഈ SJ-100-ന് റഷ്യയും സഫ്രാനും കൂടെ ചേർന്ന്, അതായത് NPO സാറ്റേൺ റഷ്യൻ കമ്പനിയാണ്, അവരും സഫ്രാനും കൂടെ ചേർന്നുള്ള ഒരു എഞ്ചിനാണ് അതിന് ഉപയോഗിക്കുന്നത്. അത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ഒരു സാധ്യത ഇപ്പൊ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. കാരണം സഫ്രാന് ഇന്ത്യയുമായിട്ട് സംയുക്തമായിട്ട് അവരൊരു യുദ്ധവിമാനത്തിനുള്ള 110 തൊട്ട് 120 കിലോന്യൂട്ടൺ ത്രസ്റ്റ് നൽകുന്ന ഒരു എഞ്ചിൻ നിർമ്മിക്കാനുള്ള ചില ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അവരിപ്പോൾ HAL-ഉമായിട്ട് ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതോടൊപ്പം ഒരു യാത്രാ വിമാനത്തിന്റെ എഞ്ചിനും ഭാവിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കുകയോ ഇന്ത്യയുമായിട്ട് സംയുക്തമായി നിർമ്മിക്കുകയോ, അല്ലെങ്കിൽ അവരെ സഫ്രാന്റെ ഒരു എഞ്ചിൻ നിർമ്മാണ യൂണിറ്റ് തന്നെ ഇന്ത്യയിൽ വന്നാലോ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഇപ്പൊ എന്നോട് ചോദിച്ചല്ലോ ഇന്ത്യയിലെ വിമാന നിർമ്മാണത്തിന്റെ ഇക്കോസിസ്റ്റം ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇപ്പോൾ വിമാനം നിർമ്മിക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന ഫൈനൽ അസംബ്ലി ലൈൻ എന്നുള്ളത് ഇന്ത്യയിൽ വളരെ ഒരു വിപുലമായ രീതിയിൽ ഇന്ത്യയിൽ ഇപ്പോൾ വിമാനം നിർമ്മിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് C-295 വിമാനങ്ങൾ, അത് മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമാണ്. ആ C-295 ഇന്ത്യയിലെ ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. അത് ടാറ്റ ഗ്രൂപ്പും എയർബസുമായിട്ട് ചേർന്നാണ് C-295 നിർമ്മിക്കുന്നത്. ഗുജറാത്തിൽ അവർക്ക് ഫാക്ടറി
വന്നു കഴിഞ്ഞു. അതുകൂടാതെ H-125 എന്ന് പറയുന്ന കമേഴ്സ്യൽ ഹെലികോപ്റ്റർ, ഇപ്പം നമ്മുടെ യൂസഫ് അലിയും രവി പിള്ളയും ഒക്കെ അവരുടെ സ്വന്തം ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്യുന്നത്. അത് ബോയിങ് ആണ് ഇവർ രണ്ടുപേരും വാങ്ങിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സ്വകാര്യ ജെറ്റുകളുണ്ട്, ഗൾഫ് സ്ട്രീം എന്ന് പറയുന്ന. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള സാധ്യത തെളിയുകയാണ്. ഇതുകൂടാതെ ഇപ്പം ഈ എംബ്രായറും മഹീന്ദ്രയും കൂടെ ചേർന്നിട്ട് മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമായ C-390 മില്ലനിയം അതിപ്പോ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറായിട്ടുണ്ട്. ഇപ്പൊ എയർബസിൻ്റെത് C-295, എംബ്രായറിൻ്റെത് C-390. ഇങ്ങനെ 2 മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനങ്ങളാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഇടയ്ക്ക് ഇന്ത്യ പുറകോട്ട് പോയതാണ്. യഥാർത്ഥത്തിൽ 1961 നമ്മുടെ HAL ആവ്രോ എന്ന് പറയുന്ന വിമാനം നിർമ്മിച്ചിരുന്നു. ദൗർഭാഗ്യവശാൽ അതൊക്കെ ഇന്ത്യയിൽ ആദ്യകാലത്ത് വിമാന നിർമ്മാണം ചൈനയേക്കാൾ നമ്മൾ മുമ്പിലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, 1960കളിലും 70കളിലും ഒക്കെ ഇന്ത്യയിലെ നിർമ്മിച്ചുകൊണ്ടിരുന്നത് വരെ അതില്ലാതായി. അന്നത്തെ സർക്കാരുകൾ വേണ്ട രീതിയിൽ അത് ശ്രദ്ധിച്ചില്ല. അതാണ് അതിൻ്റെ ഒരു വിഷയം. എന്തായാലും ഇപ്പോൾ ഈ ഫൈനൽ അസംബ്ലി ലൈൻ എന്ന് പറയുന്ന വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. ഫ്രാൻസ് ഉണ്ട്, അതുപോലെ തന്നെ UK ഉണ്ട്, അമേരിക്കയുണ്ട്, ചൈനയുണ്ട്, റഷ്യയുണ്ട്. ഇങ്ങനെയുള്ള ഒരു രാജ്യങ്ങളുടെ നിരയിലേക്ക് നമ്മൾ എത്തുകയാണ്. സ്വന്തമായി യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്ന, അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് HAL വർഷങ്ങൾ ഇതുപോലെ പല ലൈസൻസോടുകൂടി ഇപ്പം സുഖോയ് HAL നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആവ്രോ പണ്ട് നിർമ്മിച്ചു. ഇതൊക്കെ നിർമ്മിച്ചെങ്കിലും ഇതിൽ നിന്നൊന്നും പഠിച്ചെടുത്ത് സ്വന്തമായിട്ടൊരു വിമാനം നിർമ്മിക്കാൻ ഇതുവരെ HAL കഴിഞ്ഞില്ല. ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, നാഷണൽ HAL-ന്റെ മറ്റൊരു വിഭാഗമാണ് NAL എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. പൊതുമേഖലാ സ്ഥാപനമാണ്, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതാണ്. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ തന്നെ മംഗലാപുരത്ത് വെച്ച ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ പത്രസമ്മേളനത്തിൽ അവരെ 28 പേർക്ക് കയറാവുന്ന ഒരു യാത്രാ വിമാനം നിർമ്മിക്കുമെന്നും അത് 2010 കൂടിയെല്ലാം ഫ്ലൈറ്റ് ട്രയലൊക്കെ തുടങ്ങുമെന്നും ഒക്കെ പറഞ്ഞതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ആദ്യത്തെ കുറച്ച് ഫ്ലൈറ്റ് ട്രയലൊക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നീട് ഒരു വിമാനം തകർന്നു വീണു. അതേ തുടർന്ന് ആ പദ്ധതി തന്നെ പൂർണ്ണമായിട്ട് സർക്കാർ ഉപേക്ഷിച്ചു. അങ്ങനെയൊന്നുമല്ല വിദേശ രാജ്യങ്ങളിലെ. ഇപ്പൊ ഇലോൺ മസ്കിന്റെ എത്ര റോക്കറ്റുകളാണ് തകർന്നു വീഴുന്നത് എന്ന് വെച്ച് ഇലോൺ മസ്ക് റോക്കറ്റ് നിർമ്മാണം നിർത്തുമോ? സ്പേസ് എക്സ് അതോടുകൂടി വൈൻഡപ്പ് ചെയ്യൂ. നാസയുടെ എത്ര റോക്കറ്റുകൾ തകർന്നിട്ടുണ്ട്? ISROയുടെ തകർന്നതിനേക്കാൾ കൂടുതൽ ഇവർക്കൊക്കെ തകർന്നിട്ടുണ്ട്. നാസയുടെ ഒരിക്കലൊരു സ്പേസ് ഷട്ടിൽ തകർന്ന അമേരിക്കയിലെ ഏറ്റവും പ്രഗത്ഭ ശാസ്ത്രജ്ഞനായ റോബർട്ട് മക്നായർ എന്ന് പറയുന്ന ആള് മരിച്ചുപോയി. അത്ര വലിയ 6 ശാസ്ത്രജ്ഞന്മാർ, അമേരിക്കയുടെ തലച്ചോറായ 6 ശാസ്ത്രജ്ഞന്മാർ ഒരു സ്പേസ് ഷട്ടിൽ തകർന്ന് മരിച്ചുപോയി. എന്നിട്ടും അവര് ആ പദ്ധതി ഉപേക്ഷിച്ചു. ഞാൻ പറയുന്നത് ഇതൊക്കെ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ദൗർഭാഗ്യവശാല് നമുക്ക് ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ആ അവസരം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ല. എന്തായാലും ഇപ്പോഴതല്ല. ഇപ്പൊ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സമയം തീരാറായിട്ടുണ്ടാവും. എന്തായാലും ശരി, ഇന്ത്യയിൽ ഇപ്പം ഈ സഫ്രാന്റെ എഞ്ചിൻ നിർമ്മാണം ഇന്ത്യയിൽ തുടങ്ങുകയാണ്. അതുപോലെ ഹള്ള് നിർമ്മിക്കുന്നത്, ഈ റഫാലിന്റെ അതായത് ബോഡി നിർമ്മാണം ഇന്ത്യയിലുണ്ട്. ചിറകുകൾ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയിലെ. ഏവിയോണിക്സ്, വിമാനത്തിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഇന്ത്യയിലുണ്ട്. ഇന്ത്യ ഇപ്പം വിമാന നിർമ്മാണത്തിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആണെങ്കിലും അതുപോലെ തന്നെ യാത്രാ വിമാനങ്ങളാണെങ്കിലും അതിന്റെ വിവിധ ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇന്ത്യ കൃത്യമായി ഫൈനൽ അസംബ്ലി ലൈൻ മാത്രമല്ല സ്വന്തമായി വിമാനം നിർമ്മിക്കുന്ന ഒരു യുഗത്തിലേക്ക് ഇന്ത്യ പ്രവേശിക്കും. കാരണം ഇന്ത്യയിൽ ആവശ്യക്കാരുണ്ട്. ഇന്ത്യയിലെ വിമാന കമ്പനി, ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനി മാർക്കറ്റ് ഇന്ത്യയായിട്ട് മാറുകയാണ്. സ്വാഭാവികമായിട്ടും വിമാനം ഇന്ത്യയിൽ ആവശ്യമുണ്ടെങ്കിൽ അത് നിർമ്മിക്കാനും ആൾ വരും. കാരണം ഇതൊരു ബിസിനസ്സാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ വിമാന നിർമ്മാണ മേഖല പുരോഗമിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.